ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഈ റെക്കോർഡ് മുന്നേറ്റം അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ജനുവരിയിൽ മാത്രം NSEയുടെ വിറ്റുവരവ് എത്രയായിരുന്നോ? 23.91 ലക്ഷം കോടി രൂപ. ഇതൊരു ചെറിയ നേട്ടമല്ല. കഴിഞ്ഞ 16 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് ആക്ടിവിറ്റിയാണിത്. അതായത് ഒറ്റ മാസം കൊണ്ട് 27% വളർച്ച, കഴിഞ്ഞ വർഷത്തേക്കാൾ 24% കൂടുതലും. അപ്പോ ഈ പണമൊക്കെ ശരിക്കും എങ്ങോട്ടാ പോകുന്നത്? എന്താണ് ഈ കുതിപ്പിന് പിന്നിൽ? ഈ കുതിപ്പിന് പിന്നിലെ ഒരു പ്രധാന കാരണം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്, അഥവാ ETF-കൾ. ETF-കളുടെ വിറ്റുവരവ് ഒരൊറ്റ മാസം കൊണ്ട് 174% കൂടിയത്. പക്ഷേ അതിലും വലിയൊരു കാര്യമുണ്ട്. 2021 ജാനുവരി മുതലുള്ള കണക്കെടുത്താൽ ETF-കളുടെ ആകെ വളർച്ച 700%-ന് മുകളിലാണ്. അപ്പോൾ വിപണിയിലെല്ലാം ഇങ്ങനെ വളരുകയാണോ, അതോ കഥ വേറെയാണോ? അല്ലേലേ, ഈ ചാർട്ട് നോക്കൂ. ചില മേഖലകൾക്ക് വലിയ ഇടിവാണ് സംഭവിച്ചത്. ETF-കൾ റോക്കറ്റ് പോലെ കുതിച്ചപ്പോൾ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റുകൾ ഏകദേശം പകുതിയോളം ഇടിഞ്ഞു. ഇതെങ്ങനെ ശരിയാകും? ചിലത് താഴോട്ട് പോകുമ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ റെക്കോർഡിടുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഉത്തരം മാർക്കറ്റ് കോൺസെൻട്രേഷൻ എന്ന ആശയത്തിലാണ്. എന്താണിതെന്ന് നോക്കാം. മുൻപ് വെറും 11% ടോപ്പ് 10 ഓഹരികളുടെ പങ്ക് ഇപ്പോഴിതാ 18.4% ഉയർന്നു. ശരിക്കും ഞെട്ടിക്കുന്ന കാര്യം ഇതാണ്: ഈ 10 ഓഹരികൾ മാത്രം 91%-ലധികം വളർച്ച നേടി. അതായത് ഈ വളർച്ച വിപണിയിൽ എല്ലായിടത്തുമില്ല, പണം കുറച്ച് ഓഹരികളിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നു. അപ്പോ വിപണി മൊത്തത്തിൽ ഉയരുകയല്ല, പകരം ഏതാനും ചില വലിയ ഓഹരികൾ മാത്രം കുതിക്കുകയാണ്. അപ്പോൾ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നമ്മളിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്?